കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും എ.കെ. സ്റ്റെഫിൻ ചേരുന്ന വിവരങ്ങളുമായി. സ്റ്റെഫിൻ, അവിടെ നിന്ന് നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി അല്പസമയത്തിനും അകം തന്നെ ഈ 3 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് താലൂക്ക് ആശുപത്രി കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇറക്കും. അതിനുവേണ്ടുന്ന ആംബുലൻസ് എല്ലാം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഈ വാർത്ത അറിഞ്ഞ് ഒരുപാട് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഇതുവഴിയാണ് അവരുടെ മൃതദേഹങ്ങൾ ഓരോന്നായി ഇങ്ങോട്ടേക്ക് ഇറക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ താലൂക്ക് ആശുപത്രിക്ക് തൊട്ടു മുന്നിൽ തന്നെ എല്ലാ ആംബുലൻസുകളും ഒരുക്കി ഇട്ടിട്ടുണ്ട്. അത്യന്തം ദാരുണമായ സംഭവമാണ്. രാവിലെ ഈ വാർത്ത അറിഞ്ഞ് പലരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിന് ശേഷം 9 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 9:30 കൂടിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടക്കുക. 3 മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അനുവിൻ്റെ മൃതദേഹം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി 3 പേരുടെ മൃതദേഹങ്ങളും ഈ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ്. അല്പസമയത്തിനു തന്നെ മൃതദേഹങ്ങൾ എല്ലാം പുറത്തിറക്കും. ആംബുലൻസുകളിൽ ആ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് 6-7 കിലോമീറ്റർ മാത്രമേ പത്തനംതിട്ടയിലേക്ക് ഉള്ളൂ. ജനറൽ ആശുപത്രിയിലേക്ക് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഈ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇനി വരേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഇടവകയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്. ആ വിവരങ്ങളൊക്കെ തന്നെ ഇനി ഏതായാലും ആ ഒരു തീരുമാനം ഇനി വരേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനും തന്നെ 9 മണിയോട് കൂടി തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു ഇവരുടെ മരണം സ്ഥിരീകരിക്കാനായി ആദ്യം കൊണ്ടുവന്നത്, അല്ലേ? മോത്തി, അതായത് ഈ അപകടം നടന്നത് ഏതാണ്ട് ഇവിടെ നിന്നും 2 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ്. കൂടൽ പോലീസ് സ്റ്റേഷന് സമീപത്തൊക്കെ ആണ് അപകടം നടന്നത്. ഒരു നേരെയുള്ള റോഡ് തന്നെയാണ്. ആ ഭാഗത്ത് ഇടതുവശം ചേർന്ന് വന്ന ഈ 4 പേരും സഞ്ചരിച്ച വാഹനം നിയന്ത്രണം തെറ്റി. ഒരു പക്ഷേ വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാമെന്നുള്ളത് തന്നെയാണ് നിഗമനം. അങ്ങനെ തന്നെയാണ്, അതിന് തന്നെയുള്ളൊരു സാധ്യതയാണ് പോലീസ് അടക്കം അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഒക്കെ തന്നെ പറയുന്നത്. അങ്ങനെ നിയന്ത്രണം തെറ്റി വലതു ഭാഗത്തേക്ക് വന്ന മിനി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷം ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രി എന്ന നിലയിലാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ അവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചത്. ഈ വാഹനം തുറന്ന് പുറത്തെടുക്കുമ്പോൾ 3 പേരും മരണപ്പെട്ടിരുന്നു. അനുവിന് മാത്രമായിരുന്നു അല്പം ജീവൻ ഉണ്ടായിരുന്നത്. പിൻസീറ്റിലായിരുന്നു അനു ഉണ്ടായിരുന്നത്. അനുവിനെ ഉടൻ തന്നെ ഇവിടെ നിന്നും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അതിനെ തുടർന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിലടക്കം വാർത്തയാകുന്നു. ഈ പ്രദേശത്തൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടൽ. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകരും നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനയിൽപ്പെട്ടവരും പോലീസും ഒക്കെ തന്നെ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒരുപാട് ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്പസമയത്തിനും തന്നെ ഈ ആശുപത്രിയിലെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹങ്ങൾ മാറ്റും. അതിനുവേണ്ടുന്ന ഒരുക്കങ്ങളാണ് ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമൊക്കെ ഈ ആശുപത്രിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ, സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടുന്ന അവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നു. പുറത്തും കണ്ണീരോടെ കാത്തു നിൽക്കുന്നവരുണ്ട്, ഉള്ളിലും ബന്ധുക്കളുണ്ട്. മൃതദേഹങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങുകയാണെന്ന് തോന്നുന്നു, അല്ലേ സ്റ്റെഫൻ? അതെ മോദി, കാരണം ഈ കാത്തു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വേദന നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണിത്. കാരണം ഇങ്ങനെ ഒരു തിരിച്ചുവരവായിരുന്നില്ല ഈ 2 കുട്ടികൾക്കും ഇവരെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കുമെല്ലാം വലിയൊരു ഞെട്ടലും ഒരു വേദനയും നൊമ്പരവും ഒക്കെയാണ്. കാരണം ഈ അവരുടെ ഒരു കുടുംബജീവിതം ആരംഭിച്ചിട്ട് ഏതാണ്ട് 14 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. മധുവിധുവിന് പോയതാണ്. അതിനുശേഷം തിരിച്ചു വരുന്നത് ഇങ്ങനെ ചേതനയേറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി പോലും അവർക്കൊന്നും അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏതായാലും ഓരോരുത്തരുടെ മൃതദേഹങ്ങളായി ഇങ്ങോട്ടേക്ക് ഇറക്കുന്ന അതിനു വേണ്ടുന്ന അവസാനഘട്ട നടപടിക്രമങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു അപകടം നാടിൻ്റെ ഒരു നൊമ്പരമായി തന്നെ മാറുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം, കൂടുതൽ പേരും ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ അപകട വിവരം അറിഞ്ഞ് എത്തുന്നവരാണ്. കുറേ അധികം ബന്ധുക്കളുണ്ട്, ഈ ആശുപത്രിയിൽ അല്ലാതെ വന്നിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിൽ
മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. ഇവിടെ നിന്ന് 4 ആംബുലൻസുകളിലായിട്ടായിരിക്കും ഈ മൃതദേഹങ്ങൾ 3 ആംബുലൻസിലായിരിക്കും മൃതദേഹങ്ങൾ ഇവിടേക്ക് പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അനുവിൻ്റെ മൃതദേഹമുള്ളത്. അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് അനുവിൻ്റെ മൃതദേഹം അവിടെ മറ്റൊരു ആംബുലൻസിലേക്ക് കൊണ്ടുവരും. ഈ ആംബുലൻസുകളൊക്കെ തന്നെ സജ്ജമാണ്. പോലീസ് അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഈ വാഹനത്തിന് ഒരുമിച്ച് യാത്ര ചെയ്ത 4 പേരാണ് ഇപ്പോഴത്തെ 3 പേരുടെ ഭൗതിക ശരീരങ്ങളാണ് കോന്നി താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഒരാളുടേത് സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ നിന്നും ഇനിയും 4 പേർ ഒരുമിച്ച് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി. നടപടിക്രമങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ബന്ധുക്കളടക്കമുള്ളവർ ആ മുറിക്കുള്ളിലും പുറത്തുമായി കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ആദ്യം മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.